ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേച്ചർ 360. നമ്മളിതോടെ കാണാൻ പോകുന്നത് ഹെർബൽ ബാത്ത് പൗഡർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് രാമച്ചത്തിൻ്റെ പൗഡർ ഒരു 50 ഗ്രാം, അത് ഉണക്കി പൊടിച്ചതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് നറുനീന്തിയുടെ പൗഡർ, അതും ഒരു 100 ഗ്രാം. നറുനീന്തിയുടെ ഇല ഇതുപോലെ ഇരിക്കും കാണാൻ, അതും അതിൻ്റെയും ഉണക്കി പൊടിച്ചതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് രാമതുളസിയും ഒരു 100 ഗ്രാം ഉണക്കി പൊടിച്ചത്. പിന്നെ സാധാ നമ്മുടെ വീട്ടിലെ തുളസി, അതൊരു 100 ഗ്രാം. പിന്നെ നീം ലീവ്സ് എടുത്തിട്ടുണ്ട്, അതൊരു 100 ഗ്രാം. പിന്നെ നീം ഫ്ലവറും എടുത്തിട്ടുണ്ട്, അതും ഒരു 100 ഗ്രാം. പിന്നെ കറക്കോക്കിലരി ഒരു 100 ഗ്രാം. വയമ്പ് 100 ഗ്രാം, അതും ഉണക്കി പൊടിച്ചത്. പിന്നീട് ചെറുപയർ, അതും 100 ഗ്രാം. അടുത്തതായിട്ട് പിന്നെ എടുത്തിട്ടുള്ളത് മുൾത്താണി മിട്ടി പൗഡർ, അതും 100 ഗ്രാം. പിന്നീട് ഇളഞ്ഞിയുടെ പൂവ്, അതൊരു 100 ഗ്രാം. പിന്നെ ആവാരം പൂ, അതും 100 ഗ്രാം. ചെമ്പരുത്തി പൂവ് 100 ഗ്രാം. പിന്നെ സോപ്പ് നട്ട്സ്, അത് ഞാൻ ഓപ്ഷണലാണ് ഇവിടെ പറയണത്, താല്പര്യമുള്ളവർക്ക് അത് എടുത്താൽ മതി. പത വേണമെന്നുള്ളവർ എടുത്താൽ മതി, അത് 100 ഗ്രാം. പിന്നീട് റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസ്, അതും ഒരു 100 ഗ്രാം. പിന്നെ കസ്തൂരി മഞ്ഞൾ, അതൊരു 100 ഗ്രാം. ഓറഞ്ച് പീൽ പൗഡർ, അതും ഒരു 100 ഗ്രാം. പിന്നെ കച്ചൂരം 100 ഗ്രാം. ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം ഞാൻ ഉണക്കിയിട്ട് മില്ലിൽ കൊടുത്താണ് പൊടിച്ചത്. അതുകൊണ്ടാണ് പൊടിക്കണ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. മിക്സിയിൽ ഇതെല്ലാം ഇട്ടാൽ പൊടിയില്ല. ആ ഒരു കാരണം കൊണ്ട് ഞാൻ മില്ലിൽ കൊടുത്താണ് പൊടിച്ചത്. അപ്പോൾ ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിന് മുകളിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ്. മേല് കുളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യണത്. തല കുളിക്കാൻ ഞാനിത് റെക്കമെൻഡ് ചെയ്യണില്ല. പിന്നെ ഇത് പൊടിയായിട്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വെച്ച് ഞാൻ സോപ്പ് ഉണ്ടാക്കാം. നമുക്ക് ആ വീഡിയോ ഞാൻ അടുത്ത ഉടനെ തന്നെ ഇടണതായിരിക്കും. അപ്പോൾ ഈ ഒരു പൗഡർ സ്കിൻ ഡിസീസ്, അതായത് സ്കിന്നിൽ ചെറിയ അലർജീസ് അതുപോലെ ഉള്ളവർക്ക് പോലും ഇത് നമുക്ക് യൂസ് ചെയ്യാം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇത് ഉപയോഗിക്കുന്ന രീതി നമുക്ക് വെള്ളം ചേർത്തും യൂസ് ചെയ്യാം. അതുപോലെ പശുമ്പാലോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ആണെങ്കിലും നമുക്ക് ചേർത്ത് കുഴച്ചിട്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തുടർന്നൊരു നമ്മൾ യൂസ് ചെയ്ത് വാരുകയാണെങ്കിൽ സോപ്പ് കൊണ്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഗുണത്തിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു ബാത്ത് പൗഡറിൽ നിന്ന് നമുക്ക് കിട്ടും. വേറൊരു സൈഡ് എഫക്ട്സും ഇതിനില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇതുപോലത്തെ വീഡിയോസ് തുടർന്ന് കാണാനായി നേച്ചർ 360 ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.